സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയുടെ ഭാഗമായി എടവിലങ്ങ് പഞ്ചായത്തിൽ നിർമ്മിച്ച ആധുനിക സ്റ്റേഡിയം കായിക പ്രേമികൾക്കായി തുറന്നു. My school, Gurushree Public School, we have our physics, chemistry, biology and computer lab. We have the largest playground with best sports facility in Kodungalur. Gurushree Public School, Pullot, Kodungalur. Admission started for new academic year. സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതിയുടെ ഭാഗമായി എടവിലങ്ങ് പഞ്ചായത്തിൽ നിർമ്മിച്ച ആധുനിക സ്റ്റേഡിയം കായിക പ്രേമികൾക്കായി തുറന്നു. ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി നിർവഹിച്ചു. എടവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പാരാ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഞാൻ നേരിട്ട് അവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ആലപ്പുഴ ജില്ലാ സ്റ്റേഡിയം അതിന്റെ പണി പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന അവസരത്തിൽ അത് കഴിഞ്ഞ് അവിടെ എത്താമെന്നായിരുന്നു ഞാൻ കരുതുന്നെങ്കിലും നമ്മുടെ സമയത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിയാത്തതെല്ലാം ഖേദം ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കായിക മേഖലയ്ക്ക് അദ്ദേഹം നൽകി എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നതാണ്. ഇന്ന് കേരളത്തിലെ കായിക മേഖലയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 5000 കോടി രൂപയാണ് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പുതിയ നിയമങ്ങൾ, കാലാനുസൃതമായുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ട് ആക്ടിലും റൂളിലും ഒക്കെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് കായിക മേഖലയിൽ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളത് കായിക ലോകത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഈ വരുന്ന 14ാം പദ്ധതിയിൽ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കായിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള പണം അനുവദിച്ചുകൊണ്ടാണ് ഇത്തവണ പദ്ധതി രേഖ പുറത്തിറക്കിയിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് പരിശീലകരെ നിയമിക്കാൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മത്സരം സംഘടിപ്പിക്കാൻ, ജില്ലാ പഞ്ചായത്തുകൾക്ക് കായിക അധ്യാപകരെ നിയമിക്കാൻ, കായിക പരിശീലനങ്ങൾ നടത്താൻ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇൻഡോർ സ്റ്റേഡിയം അടക്കം നിർമ്മിക്കാനുള്ള പദ്ധതി വിഹിതം മാറ്റിവെക്കാനുള്ള അനുമതി കൂടി സർക്കാർ നൽകിയിരുന്നു. ചടങ്ങിൽ ഇ.ടി. ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ പാലത്തുമ്പോൾ നിന്നാൽ KVGHS കാണാൻ കഴിയുമെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. KVGHS കാണാൻ കഴിയുന്നു വെച്ചാൽ പാടങ്ങൾ കൊണ്ട് നിബിട അറ്റം വരെയും അങ്ങനെയാണ്, ഒറ്റ ദൂരത്തിൽ കാണാൻ കഴിയും. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു ആദ്യത്തെ വീട് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല. അല്ല, എത്രയോ വീടുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായി, കളിസ്ഥലങ്ങൾ പൊതുവെ നഷ്ടമായി. എല്ലാ സ്ഥലവും, മിക്കവാറും സ്ഥലങ്ങളൊക്കെ വേലിയും മതിലുകളുമായി. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. മതിലുകൾ കൊണ്ട് നല്ല സമ്പന്നമാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ ആ സന്ദർഭത്തിൽ കുട്ടികളുടെ ചിന്തകൾക്ക് കാര്യമായിട്ടുള്ള മാറ്റം അല്ലെ, പുതിയ ആധുനിക രീതിയിലുള്ള പലതും, പ്രത്യേകിച്ച് മൊബൈൽ ഉൾപ്പെടെ വന്നപ്പോൾ അവർക്ക് ഒരു ചെറിയ സ്പേസ് മതി. വലിയ കളിക്കാനുള്ള സ്ഥലം പോലെ ഏക്കർ കണക്കിന് സ്ഥലമാണ്, ചെറിയ സ്പേസ് മതി. അവർക്ക് അതിൽ നിന്ന് കളി തുടങ്ങി. ആ കളി പലപ്പോഴും നമ്മുടെ പൊതുവായ ഈ സമൂഹത്തിന് ഗുണകരമല്ലാത്ത രീതിയിൽ ചിലരെങ്കിലും, മുഴുവൻ ആളുകൾ അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, ചിലരെങ്കിലും അങ്ങനെ പെട്ടുപോകുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോമൺ ആയി ഒരു സ്ഥലം നമുക്കുണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യം
ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന ആശയം എടുത്ത് ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വൈകാതെ നമുക്കൊരു വാർഡിൽ ഒരു കളിസ്ഥലമൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് രീതിയിലേക്ക് പതുക്കെ പതുക്കെ മാറുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഓരോ പ്രദേശത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള എന്തെല്ലാമാണോ കായിക കലാരംഗത്ത് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ നന്നായി ആലോചിക്കാൻ കഴിയുന്ന കൗൺസിലുകളെ രൂപപ്പെടുത്തണം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എന്നും ഈ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടുള്ള ആലോചന നടത്തിയിട്ടുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത അവസരത്തിലായി മിക്കവാറും സ്ഥലങ്ങളെല്ലാം പുതിയ കളിസ്ഥലങ്ങൾ വരികയാണ്. അത് ശക്തിപ്പെടുത്താനുള്ള നല്ല ശ്രമം, കൂട്ടായ ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. കേരള ഫുട്ബോൾ മുൻ ക്യാപ്റ്റൻ വി സുർജിത്ത്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് ബാബു എന്നിവർ മുഖ്യാതിഥികളായി. ET ടൈസൺ മാസ്റ്റർ MLAയുടെ ശ്രമഫലമായി നിർമ്മിച്ച ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം 1,45,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. റൂഫോട് കൂടിയതും 4 വശം നൈലോൺ നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുള്ളതുമായ മഡ് കോർട്ടും രാത്രികാലങ്ങളിലും കളിക്കാൻ കഴിയുന്ന ലൈറ്റ് സംവിധാനവും സ്റ്റേഡിയത്തിലുണ്ട്. കളി കാണുന്നതിനും വിശ്രമിക്കുന്നതിനുമായി ചലച്ചിത്ര താരം ബഹദൂറിന്റെ പേരിൽ ഒരു സ്മാരക വിശ്രമ കേന്ദ്രമായ പവിലിയൻ, റെസ്റ്റ് റൂം, ടോയ്ലറ്റ് സംവിധാനത്തോടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AP സ്നേഹലത, KA ഷിഹാബ്, KK സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ, നിഷ അജിതൻ, CA ഷഫീർ, MA ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.